കൃപാസനം ആൾത്താരയിൽ ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെയും ഞങ്ങളെ അനുവദിച്ചതിന് അമ്മയ്ക്കും ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് വത്സമ്മ. ഞാൻ തലയിൽ പറമ്പിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മൂത്ത മകൻ ടോണി, ഇത് ഇളയ മകൻ ടിനു. ഞാൻ 2018 സെപ്റ്റംബർ 5-ാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വരാനുള്ള സാഹചര്യം എൻ്റെ അടുത്തുള്ള ഒരു സഹോദരി മുഖേനയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് മക്കൾക്ക് വേണ്ടിയായിരുന്നു ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. അത് മൂത്ത മകൻ ടോണിക്ക് എന്നും പനിയും ചുമയും വരുമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് 1 മാസം കൂടി അവന് പനിയും ചുമയും ഉണ്ടായി. പിന്നെ ഇതുവരെയും അങ്ങനെ ശക്തിയായിട്ടുള്ള പനിയും ചുമയും വന്നിട്ടില്ല. വന്നു പോകും, അത്രയേ ഉള്ളൂ. പിന്നെ 9 വർഷമായിട്ട് ഞങ്ങളുടെ സഹോദരങ്ങൾ തമ്മിൽ ഭയങ്കര പിണക്കത്തിലായിരുന്നു. 4 സഹോദരങ്ങളുണ്ട്, 4 സ്ഥലത്തായിരുന്നു. പിന്നെ ഞങ്ങൾ 2 സഹോദരന്മാരെ ഞങ്ങൾ വിവാഹം ചെയ്ത് അയച്ചതാണ്. അപ്പം ഞാൻ ഈ നിയോഗം ഉടമ്പടിയിൽ വെച്ചിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി വെച്ച് 6 മാസം തികയുന്നതിന് മുമ്പ് തന്നെ സഹോദരങ്ങൾ തമ്മിൽ സ്നേഹത്തിൽ ഒന്നാവുകയും ഇപ്പോഴെല്ലാവരും സ്നേഹത്തിലാണ്. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി കഴിയുന്നു. പിന്നെ സഹോദരിക്കൊരു ഭവനമില്ലായിരുന്നു. അവർ വസ്തു വിറ്റാണ് ഭവനം പണിതത്. അത് ഭർത്താവ് ഭയങ്കരം കുടിയായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, ചേച്ചി പോകുവാണെങ്കിൽ ഈ ഉടമ്പടിയിൽ എൻ്റെ വീടിൻ്റെ നിയോഗം കൂടി വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെച്ചു. അപ്പം അവരുടെ 6 മാസം കൊണ്ട് അവരുടെ പെരപണി പൂർത്തിയാക്കി കിട്ടി. പിന്നെ പിള്ളേർ ഇവർ 2 പേരും മൂത്തവൻ ഓട്ടോമൊബൈലാണ് പഠിച്ചത്. അത് ആ സാക്ഷ്യം അവൻ പറഞ്ഞോളും. ഇളയ മകൻ ടീനു, അവൻ ഹോട്ടൽ മാനേജ്മെൻറ്റാണ് പഠിച്ചത്. അപ്പോൾ അവനത് പഠിച്ചിട്ട് എങ്ങും ഇൻ്റർവ്യൂവിന് വിളിച്ചില്ല. അപ്പം അങ്ങനെ ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിച്ച് ഇരുന്ന് അങ്ങനെ കർണാടകയിൽ ഒരു ഹോട്ടലിൽ ഇൻ്റർവ്യൂ കിട്ടിയിട്ടും അവിടെ ഭയങ്കര പാടായിരുന്നു. അപ്പം അവൻ ഇൻ്റർവ്യൂവിന് കയറി. അവർ കൂട്ടുകാരൊക്കെ കൂടെ ഒന്നിച്ചാണ് പോയത്. അവിടെ ഇൻ്റർവ്യൂവിന് കയറി കഴിഞ്ഞപ്പം അവിടെ ഭയങ്കര പാടായിരുന്നു. ഇവരവിടെ നിന്ന് നിർത്തി പോരാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2018 വെള്ളപ്പൊക്കം ഉണ്ടായത്. വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞ് ഹോട്ടലിൻ്റെ ഒരു ഭാഗം മൊത്തം ഫുള്ള് പോയി. അപ്പോൾ ഇവരോട് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോ, ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇവർ പിന്നീട് വിളിക്കുന്നത് 3-4 മാസം കഴിഞ്ഞാണ്. 3-4 മാസം അല്ല, 5 മാസത്തോളം കഴിഞ്ഞാണ് വിളിക്കുന്നത്. വിളിച്ച് കഴിഞ്ഞിട്ട് അവരെ ട്രെയിനിങ്ങിന് കയറ്റി. ട്രെയിനിങ് ആ മാസം കൂട്ടി, ആദ്യമേ ചെയ്തത് കൂട്ടി 6 മാസം പൂർത്തീകരിച്ചു. അവർ അവിടുന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞാനിവിടെ 4ാമത്തെ പുതുക്കലിന് വരാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുമ്പോഴായിരുന്നു കോവിഡിൻ്റെ സമയം. പിന്നെ വീട്ടിൽ നിന്ന് വിട്ടില്ല. കോവിഡാണ്, എല്ലായിടത്തും ആകപ്പാടെ പ്രശ്നമാണ്, അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനോർത്തു ഉടമ്പടി ഇവിടം കൊണ്ട് തീർന്നു എന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ എനിക്കങ്ങനെ പോകണമെന്നില്ലായിരുന്നത് കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയാൻ പറ്റിയില്ല. പിന്നെ 22 കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തുള്ളൊരു സഹോദരി പറഞ്ഞു, കൃപാസനത്തിൽ 15 മുതൽ ഉടമ്പടി എടുത്തിട്ടുള്ളവർക്ക് പുതുക്കാൻ അവസരമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2022 സെപ്റ്റംബർ 9-ാം തീയതി ഇവിടെ വരികയും ഉടമ്പടി പുതുക്കുകയും ചെയ്തു. അപ്പോൾ പിള്ളേർക്ക് ജോലിയൊന്നും ഇല്ലാണ്ടിരിക്കുമായിരുന്നു. പിന്നെ ആ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആകപ്പാടെ വിഷമിച്ചാണ് ഇവിടെ വന്നത്. അപ്പോൾ കൗൺസിലറോട് കുടുംബത്തിൻ്റെ പിള്ളേരുടെ അവസ്ഥ പറഞ്ഞപ്പോഴത്തേക്കും കൗൺസിലർ പറഞ്ഞു, ഏശയ്യാ 22 വചനഭാഗം പറഞ്ഞു തന്നിട്ട് പറഞ്ഞു അത് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതായത് ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ആ വചനം ഞാൻ കൂടെ ചൊല്ലിക്കൊണ്ട് നടന്നു. അങ്ങനെ ഇളയ മകന് കോവിഡെല്ലാം കഴിഞ്ഞ് എറണാകുളത്തെ ഒരു ഹോട്ടലിൽ പല സ്ഥലത്ത് ജോലി അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ എറണാകുളത്തെ ഒരു ഹോട്ടലിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ജോബ് ട്രെയിനിങ് ആയിട്ട് 3 മാസം അവിടെ വർക്ക് ചെയ്യുകയും
പിന്നെ അവിടെ തന്നെ ഒരു വർഷത്തോളം ജോയിൻ ചെയ്ത്. അപ്പോൾ ഞാനിവിടെ വന്ന് വീണ്ടും പുതുക്കി അമ്മയോട് പറഞ്ഞ, അമ്മ ഇതിന് എന്തെങ്കിലും ഒരു അമ്മയുടെ ഉടമ്പടിയിലാണ് ഞാൻ അമ്മ പിള്ളേരെ കൈപിടിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അവിടുന്ന് ഇവിടെ ആലപ്പുഴയിൽ മരാരിയിൽ 6 മാസം, ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോന്നു. ഇവിടെ 6 മാസം അവനവിടെ ജോയിൻ ചെയ്തു. അതിനിടയ്ക്ക് അവൻ ക്രൊയേഷ്യയിലേക്ക് ഇൻ്റർവ്യൂ ചെയ്തു. ഇതിനിടയ്ക്ക് ഞാനിവിടെ എപ്പോഴും വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അമ്മയുടെ കരം പിടിച്ചാണ് ഞാൻ എപ്പോഴും നടന്നുകൊണ്ടിരുന്നത്. അപ്പം അവനങ്ങനെ അവിടെ നിന്ന് ഇൻ്റർവ്യൂ ചെയ്തു. ആ ഇൻ്റർവ്യൂ പാസ്സായി. കഴിഞ്ഞ ജൂൺ 22-ാം തീയതി ഇവിടെ നിന്നും അവൻ ക്രൊയേഷ്യയിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ കിട്ടിയ സ്ഥലം ഭയങ്കര പാടുള്ള സ്ഥലമായിരുന്നു. അവൻ ഒരുപാട് ടൗണ് കഴിഞ്ഞ് ഒരുപാട് ദൂരം താണ്ടിയാണ് ഒരു ദിവസം യാത്ര എത്തിയാറ്റ്, അതായത് കാടും മലയെല്ലാം കടന്നു പോകണം. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് അവൻ അവിടെ ചെന്നുപെട്ടത്. അവനാകപ്പാടെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും അവിടെ 4 മാസമേ വർക്ക് ചെയ്തേണ്ടി വന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ സീസൺ വർക്ക് കഴിഞ്ഞു. അതവരവിടെ അടച്ചു. പിന്നെ അവർക്ക് ജോലിയില്ലാതെ അവൻ ഏജൻസി അവിടെ നിന്ന് തിരിച്ച് ഇവരുടെ ഏജൻസിയുടെ റൂമിൽ കൊണ്ടുവന്നാക്കി. അങ്ങനെ ആക്കി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, ഇനിയിപ്പം ഏജൻസി എവിടെയെങ്കിലും ശരിയാക്കി തരണം, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, മാതാവുണ്ട്, മാതാവ് ശരിയാക്കി തന്നുകൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏജൻസി ഇവരോട് പറയുന്നത്, സ്ലോവാനിയയിൽ വേക്കൻസി ഉണ്ട്, മലയാളികളായ നിങ്ങൾക്ക് 3 പേർക്കും അങ്ങോട്ട് ഇൻ്റർവ്യൂ അവിടെ കിട്ടും, അവിടെയെല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പേപ്പറുകളെല്ലാം ശരിയായി വന്നപ്പോഴാണ് ഡിസംബർ 1 മുതൽ ക്രിസ്മസ് സീസൺ വന്ന് പിന്നെ ജനുവരി ന്യൂ ഇയർ എല്ലാം വന്ന് ജനുവരി 15 കഴിഞ്ഞതിന് ശേഷമേ അവിടെ തുറക്കുള്ളൂ. പിന്നെ അങ്ങനെ അവിടെ തുറന്ന് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അവിടെ പിന്നെ ഇവരുടെ പേപ്പറുകൾ ശരിയാക്കാൻ തുടങ്ങി. പേപ്പറുകൾ ശരിയാക്കി 1 മാസം കാത്തിരുന്നിട്ടും ഇല്ല. അപ്പോൾ അവർ അന്വേഷിച്ചപ്പോഴത്തേക്ക് പറയുകയാണ്, ഇന്ത്യക്കാരുടെ ഇത് മാത്രം കിട്ടുന്നില്ല, ബാക്കിയുള്ളവരെല്ലാം കയറിപ്പോയി, ഇവർ 3 പേരും പെട്ടുപോയി. അപ്പം ഇനിയിപ്പോൾ ഏജൻസിയോട് ഇവർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ശരിയാക്കാൻ തരാൻ പറഞ്ഞു. അപ്പം ഏജൻസി പറഞ്ഞു, അപ്പം അത് നിങ്ങൾ തന്നെ എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ അപ്പം ചിലവിനുള്ളതൊക്കെ ഏജൻസി സ്ലോവാനിയയിൽ നിന്ന് കമ്പനി വഴി കുറേശ്ശെ ഇവർക്ക് ചിലവിനുള്ളത് കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ 3 പേരും കൂടെ ഒരു ദിവസം നമുക്ക് എവിടെയെങ്കിലും അന്വേഷിച്ച് പോകാമെന്നും പറഞ്ഞ് ക്രൊയേഷ്യയിൽ തന്നെ അവിടെ അന്വേഷിച്ച് പോയി ഒരു ഹോട്ടലിൽ ചെന്ന് വിട്ടു. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഒരു വേക്കൻസി ഉണ്ട്, എല്ലാവർക്കും കൂടി കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ഇവർക്ക് ആകെപ്പാടെ നിരാശയായി. അങ്ങനെയായി അവർ 3 ദിവസമാണ് 3 ഇൻ്റർവ്യൂ. 3 പേർക്ക് ഒരു ദിവസമല്ല, 3 പേർക്ക് 3 ദിവസമാണ് അവർ ഇൻ്റർവ്യൂ നടത്തിയത്. ഇവർ പറഞ്ഞു, കുഴപ്പമില്ല, ഒരാൾക്കെങ്കിലും കിട്ടിയാൽ അത്രയും ആയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരാണ് ഏറ്റവും അവസാനം ഇൻ്റർവ്യൂ വിളിച്ചത്. മറ്റവർക്ക് 2 പേർക്കും, ഒരു മുസ്ലിമുണ്ട്, 2 പേര് ക്രിസ്ത്യൻസ്. അപ്പം അവർക്ക് ആദ്യത്തെ 2 ദിവസം അവർക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു വിട്ടു. 3-ാമത്തെ ദിവസമാണ് ഇവൻ ഇൻ്റർവ്യൂ. അപ്പോൾ അവർക്ക് ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മച്ചി, ആദ്യത്തെ സാലറി ഞാൻ കൃപാസനം മാതാവിന് കൊടുത്തോളാവെന്ന് നേരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ തന്നെ നേർന്നു, നീയല്ലേ ഇൻ്റർവ്യൂവിന് പോകണം, നീ തന്നെ നേരാൻ പറഞ്ഞു. അങ്ങനെ അവൻ നേർന്നു. 3-ാമത്തെ ദിവസം ഇൻ്റർവ്യൂവിന് പോയി. ആ ഇൻ്റർവ്യൂ അവർ പാസ്സാകി, അവർക്ക് അവനെ ഇഷ്ടപ്പെടുകയും ആ ഇൻ്റർവ്യൂ പാസ്സായി. പിറ്റേ ദിവസം ഇവനോട് പറഞ്ഞു മെയിൽ വിട്ടേക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഇവന് മാത്രം മെയിൽ വന്നു, സെലക്ട് ആയെന്നും പറഞ്ഞു. മറ്റവർക്ക് 2 പേർക്കും കിട്ടിയില്ല. നമ്മ മാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നുവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ മാർച്ച് 13-ാം തീയതി തന്നെ കഴിഞ്ഞ് 24 മാർച്ച് 13-ാം തീയതി ഇവൻ അവിടെ ജോയിൻ ചെയ്തു. ആദ്യത്തെ സാലറി ഇവിടെ അമ്മ മാതാവിന് ഞാൻ നന്ദി പറഞ്ഞ്, ഈ തിരുനടയിൽ വന്ന് നന്ദി പറഞ്ഞ് ഞാൻ അവിടെ ഏൽപ്പിച്ചു. അമ്മ മാതാവിൻ്റെ ഈ ഉടമ്പടിക്ക് നമ്മൾ എടുക്കുന്ന പോലത്തെ രൂപം എനിക്ക് തരികയും ചെയ്തു. അതെനിക്കൊരു വലിയൊരു സന്തോഷമായി.
അങ്ങനെ അവന് ആ ജോലി കിട്ടി. അവിടെ തന്നെയാണ് അവനിപ്പം ലീവിന് വന്നതാണ്. ജനുവരി 2-ാം തീയതി ഇവിടെ ലീവിന് വന്നു, 1-ാം തീയതി പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മാതാവ് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അഭിവൃദ്ധി വന്നത്. അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഒരു ഭവനമാണ് ഞങ്ങളുടെ സ്വപ്നം, ഞങ്ങൾക്ക് അതിനെ അനുവദിച്ച് തരണമെന്ന് പറഞ്ഞു. അമ്മ വീട്ടിൽ വന്ന് 6 മാസം തികയണതിന് മുമ്പ് തന്നെ എൻ്റെ സഹോദരൻ വീട്ടിൽ വന്ന് ഇപ്പം ഇവന് കല്യാണം ആലോചിക്കാനായിട്ട് വീടില്ലാത്തതുകൊണ്ട്, വീടുണ്ട്, ഞങ്ങൾ കൂട്ടിയെടുത്തതാണ്, വീടുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ നിലയ്ക്ക് പറ്റത്തില്ല. അപ്പം വീട് ചോകുരുന്നുമുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് വീട് പണി നടക്കണം. അപ്പോൾ ഇവൻ്റെ കടങ്ങളൊന്നും തീർന്നില്ലായിരുന്നു. 5 മാസം പെൻഡിങ് ആയിട്ട് നിന്നുകൊണ്ട് കടങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇച്ചിരി മമാന്തിച്ച് നിന്നപ്പോൾ സഹോദരൻ വന്ന് വീടിൻ്റെ എസ്റ്റിമേറ്റ് എടുപ്പിച്ചു. അങ്ങനെ വീടിൻ്റെ എസ്റ്റിമേറ്റ് എടുപ്പിച്ചു. ഇപ്പം വീടിൻ്റെ ഏറെക്കുറെ കാര്യങ്ങൾ ഞങ്ങൾക്കായി കിടക്കുകയാണ്. ഈ മാസം അവസാനത്തോടു കൂടി ഞങ്ങൾ പെരപണി ആരംഭിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമ്മ മാതാവ് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹത്തിന് നന്ദി. അതുപോലെ തന്നെ ഇവന് അവിടെ ജോലിയില്ലാതെ ഇരുന്ന സമയത്ത് കഴിഞ്ഞ മുമ്പിലത്തെ ഈ ക്രിസ്മസ് ലീവിന് ഇരിക്കുമ്പോഴത്തേക്കും അവൻ്റെ മുഖത്ത് മുഴുവൻ കണ്ടമാനം നീര് വരികയും ആ നീര് വന്നിട്ട് ചൊടിയെല്ലാം പൊട്ടി കണ്ണൊന്നും തുറക്കാൻ മേലാത്ത അവസ്ഥയായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി തൈലം 2 പേർക്കും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, ഉപ്പും കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യുക, വിശ്വാസപ്രമാണം ചൊല്ലി മാതാവിൻ്റെ ഉടമ്പടി തൈലം മുഖത്ത് നന്നായിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി തൂക്കാൻ പറഞ്ഞു. അങ്ങനെ 2 പ്രാവശ്യം തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ മുഖത്തെ നീരും പാടും എല്ലാം പൂർണ്ണമായിട്ടും മാറി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ടോണി. ആദ്യമായി ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ആദ്യമായിട്ട് ഓട്ടോവേലാണ് കോഴ്സ് പഠിച്ചത്. അമ്മയാണെങ്കിൽ 2018 സെപ്റ്റംബർ 5-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 4ാമത്തെ പുതുക്കലിന് ശേഷമാണ് എനിക്ക് ജോലി കിട്ടിയത്. അതിനു മുമ്പ് ഞാൻ ഓട്ടോമൊബൈൽ എടുത്തിരുന്നു. ഓട്ടോമൊബൈൽ കോഴ്സ് പഠിച്ച് ഞാൻ ട്രെയിനിങ് എടുത്തതിന് ശേഷം പല കമ്പനികളിലും ജോലിക്ക് ശ്രമിച്ചെങ്കിലും എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് കോവിഡ് വന്ന് ആദ്യത്തെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് കഴിഞ്ഞപ്പം പല കമ്പനികളിലും പോയി വേക്കൻസികൾ ചോദിച്ച് എങ്ങും കിട്ടിയില്ല. അതിനുശേഷം ഞാൻ ആ ഫീൽഡ് വിട്ട് പിന്നെ ഞാൻ JCBയുടെ ഓപ്പറേറ്റർ കോഴ്സ് പഠിച്ച് ആ കോഴ്സിലും എക്സ്പീരിയൻസ് എടുത്ത് അതിലും കുറേ ജോലികൾ നോക്കി, എന്നിട്ടും കിട്ടിയില്ല. അതിനുശേഷമാണ് അമ്മച്ചി 4ാമത്തെ പുതുക്കൽ പുതുക്കിയത്. ആ അതിനുശേഷം നന്നായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് സൗദി അറേബ്യയിൽ ഡ്രൈവറായിട്ട് ജോലി കിട്ടി. ജോലി കിട്ടിയതിന് ശേഷം എനിക്കവിടെ ലൈസൻസ് എടുക്കണമായിരുന്നു. അപ്പം ലൈസൻസ് എടുക്കാനായിട്ട് ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ ഞാൻ ഫെയിലായിപ്പോയി. വീട്ടിൽ നിന്ന് എനിക്ക് ഉടമ്പടി ഇവിടുന്ന് ഉപ്പ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു, വിശുദ്ധ വെഞ്ചരിച്ച ഉപ്പ്. ആ ഉപ്പ് ആദ്യത്തെ ടെസ്റ്റിൽ ഞാൻ ഫെയിലായി കഴിഞ്ഞപ്പം ആ ഉപ്പ് വെച്ച് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2ാമത്തെ ടെസ്റ്റിൽ തന്നെ എനിക്ക് ടെസ്റ്റ് പാസ്സായി. ഞാനിനി ഈ മാസം 29-ാം തീയതി സൗദിക്ക് തിരിച്ചു പോകണം. ഞാൻ ലീവിന് വന്ന സമയത്താണ് ഞാനിപ്പോൾ ഉടമ്പടി എടുത്ത് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഞാനിപ്പം ഈ മാസം 29-ാം തീയതി ഞാൻ തിരിച്ചു പോവുകയാണ്. പരിശുദ്ധ അമ്മയോടും ഈ ഉടമ്പടിയിലും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഇവിടുന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ആദ്യമേ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് പത്രം മേടിച്ചു കൊണ്ടുപോയി പള്ളി വഴിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛൻ ധ്യാനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ക്രൈസ്തവ മേഖലകളിലല്ല കൊടുക്കേണ്ടത്, നിങ്ങൾ മറ്റുള്ള പൊതുസ്ഥലങ്ങളിലാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് ഞാൻ ഓട്ടോ ടാക്സി സ്റ്റാൻഡ് വഴിയും മാർക്കറ്റ് വഴിയും കട വഴിയുമൊക്കെയാണ് ഞാൻ പത്രങ്ങൾ കൊടുക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് എനിക്ക് ആദ്യം വീട്ടിൽ അമ്മയുണ്ട്, അതുകൊണ്ട് അമ്മ ഇച്ചിരി ചൂടിലാണ്. അപ്പം അമ്മ സമ്മതിക്കത്തില്ല വീട്ടിൽ ഫുഡൊക്കെ കൊണ്ടൊക്കെ കൊടുക്കാൻ. അപ്പം അച്ഛൻ ഒരു ദിവസം ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞു, നിങ്ങൾ കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോൾ പൊതിച്ചോറൊക്കെ കൊണ്ടു കൊടുക്കണം. അത് വീട്ടുകാരെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല, 1-2 പ്രാവശ്യമൊക്കെ അവരെ എതിർക്കും, പിന്നീട് അത് കുഴപ്പമില്ലെന്ന്. അപ്പം എനിക്ക് ധൈര്യമായി
അപ്പം അങ്ങനെ ഞാൻ അവിടെ അവിടെ അടുത്തൊരു അനാഥാലയമുണ്ട്. അവിടെ 30 പേർക്കുള്ള ഫുഡ് ഒരു മാസം ഒന്നരാടം ശനിയാഴ്ച വഴി അമ്മയുടെ ദിവസമായ ശനിയാഴ്ച ദിവസം ഞാൻ അവിടെ കൊണ്ടുപോയി ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ആദ്യം 1-2 പ്രാവശ്യം എതിർത്തെങ്കിലും ഇപ്പോൾ അവരെ എതിർപ്പാണ്. ഞങ്ങൾ 2 പേര് കൂടിയാണ് ഉടമ്പടി എടുത്ത 2 സഹോദരങ്ങൾ കൂടിയാണ്, ഞാനും വേറൊരു ചേച്ചി കൂടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. 1-2 പ്രാവശ്യം ആയപ്പോൾ ആ ചേച്ചി അതിൽ നിന്ന് പിന്മാറി. ഇപ്പോൾ 1.5-2 വർഷമാകാറായി ഞാൻ തന്നെയാണ് ഈ 30 പേർക്കുള്ള ഫുഡ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അത് ഇവർ സപ്പോർട്ടുണ്ട്, ഇവർ അവിടെ നിന്ന് പൈസ അയച്ചു തരികയൊക്കെ ചെയ്യും. പിന്നെ അതല്ലാതെ കണ്ട് എന്നാൽ കഴിയും വണ്ണം എല്ലാ സഹായങ്ങളും അവരാവശ്യക്കാർ വന്ന് ചോദിച്ചാൽ ഞാൻ ഉപേക്ഷിക്കത്തില്ല. എന്തെങ്കിലും ആവശ്യക്കാരെ കണ്ട ഞാൻ അവർക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവ പോലെയുമാകും നീ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 58-ാം അധ്യായം 11-ാം വചനമാണിത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മെ നയിക്കുന്ന, നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ കരുതലാണ് ഓരോ ഉടമ്പടി മക്കളും അവരുടെ ഉടമ്പടി ജീവിതത്തിൽ അനുഭവിക്കുന്നത്, എക്സ്പീരിയൻസ് ആവുന്നത്. കർത്താവ് നനച്ചു വളർത്തുന്ന ഒരു പൂന്തോട്ടമാണ് നമ്മൾ. സമൃദ്ധിയും ഫലപ്രാപ്തിയും ഈശോയും അമ്മയുമാണ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത്. ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ സത്യസന്ധതയോടുകൂടി ജീവിക്കുമ്പോഴാണ് നമ്മളും പറ്റാത്ത ഒരു നീരുറവ് പോലെയാകുന്നത്. മറ്റുള്ളവർക്കും ആശ്വാസവും ജീവനും നൽകുന്ന സ്ഥിരമായ ഒരു അനുഗ്രഹത്തിൻ്റെ ഉറവിടമായി, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നമ്മൾക്കും ജീവിക്കുവാൻ സാധിക്കുന്നത്. ഈ മകളും സഹോദരി വത്സമ്മയും മക്കളും നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത് അതുതന്നെയാണ്. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും നമ്മെ നയിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ കരുതുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള ഒരു സാക്ഷ്യമാണ് നമ്മളോട് ഷെയർ ചെയ്തത്. ഈ മകള് ഉടമ്പടി എടുത്ത് പല കാര്യങ്ങൾക്ക് വേണ്ടി, നിയമങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പ്രത്യേകമായിട്ട് മക്കളുടെ ഒരു ജോലിയായിരുന്നു. വളരെ ബുദ്ധിമുട്ടുകളുടെ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോയെങ്കിലും ഓരോ കാര്യത്തിലും ഈശോയുടെയും അമ്മയുടെയും കരുതലും സംരക്ഷണവും സഹായവുമാണ് ഇവർ എക്സ്പീരിയൻസ് ചെയ്തത്. ആദ്യമായി തന്നെ 9 വർഷം നീണ്ടു നിന്ന സഹോദരങ്ങളുടെ ഒരു ബന്ധമില്ലാത്ത ഒരു ബന്ധമായിരുന്നു അവരുടേത്. അവരെ രമ്യപ്പെടുത്തുവാനാണ് ഉടമ്പടി ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവർക്ക് സാധിച്ചത്. അനുദപിക്കുമ്പോൾ അനുഗ്രഹം ലഭിക്കുമെന്ന് പറയുന്ന നമ്മുടെ ഉടമ്പടി ജീവിതം സഹോദരങ്ങളോട് രമ്യപ്പെടുവാനും ക്ഷമിക്കുവാനും സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാനുമാണ് ഉടമ്പടി ജീവിതം നമ്മെ നയിക്കുന്നത്. അത് ഈ മകൾക്ക് സാധിച്ചു. പിന്നെ മക്കളുടെ ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു. പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യുമെങ്കിലും ഈശോയുടെ അമ്മയുടെ സംരക്ഷണം ഇവിടെ കൂടെ ഉണ്ടായിരുന്നു. അവസാനമായിട്ട് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ 3 കൂട്ടുകാർ ഒന്നിച്ച് അവർ തന്നെ സ്വയം തീരുമാനിച്ചു, നമുക്ക് തന്നെ പോയി ജോലി അന്വേഷിക്കാം. ആ 3 പേരിലും സെലക്ഷനായപ്പോൾ ഈ മകന് മാത്രമാണ് സെലക്ഷനായത്. അവൻ്റെ സാലറി, ആദ്യത്തെ സാലറി പരിശുദ്ധ അമ്മയ്ക്ക് ഇവിടെ നേർച്ച നേർന്നിരുന്നു. അന്നും അമ്മയോടാണ് പറഞ്ഞത്, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അന്നേരമാണ് അമ്മ പറഞ്ഞത്, മോനെ നീ തന്നെ പ്രാർത്ഥിക്കുക. ഈ അമ്മയെ വിശ്വാസം മറ്റ് മക്കൾക്ക് വേണ്ടിയും കൈമാറുകയായിരുന്നു. പിന്നെ മൂത്ത മകനും ഉടമ്പടിയിൽ ഈ അമ്മയാണ് മക്കൾക്ക് വേണ്ടി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. പിന്നീട് മക്കൾ തന്നെ ഈശോയുടെ അമ്മയോട് നേരിട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഈ മകൻ്റെ ലൈസൻസ് കിട്ടാൻ ബുദ്ധിമുട്ടായപ്പോൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ലൈസൻസ് കിട്ടുകയും ഒരു പുതിയ ജോലി ഓട്ടോമൊബൈൽ ജോബ് ഓപ്പറേറ്ററായിട്ടാണ് കോഴ്സ് ചെയ്തത്. പിന്നീട് സൗദിയിലേക്ക് ഒരു പുതിയ ജോലി കിട്ടുകയും ഇളയ മകന് ക്രൊയേഷ്യയിലേക്കുള്ള ജോലിയുമാണ് കിട്ടിയത്. ഈ 2 മക്കളും ഉടമ്പടി ജീവിതത്തെപ്പറ്റി അറിഞ്ഞത് സ്വന്തം അമ്മയിൽ നിന്നാണ്. പിന്നീട് ഇവർ തന്നെ ഈശോയുടെ അമ്മയോടും കൂടുതൽ അടുക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് ഇവരും കൂടുതൽ അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് കിട്ടുകയും ആ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരോട് സാക്ഷ്യപ്പെടുത്തുവാനാണ് ഇന്ന് ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുവാനാണ് ഈ അമ്മയും മക്കളും ഇവിടെ വന്നിരിക്കുന്നത്.
ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മെ നയിക്കുകയും പോഷിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. പുറത്തെ സാഹചര്യങ്ങൾ എത്ര വരണ്ടതായാലും എത്ര ബുദ്ധിമുട്ടുകളായിരിക്കുന്നാലും നമ്മെ നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ. നമ്മളെ ഒരിക്കലും വിട്ടുപോവില്ല. നമുക്കും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നയിക്കുവാൻ നമ്മെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിരന്തരം നയിക്കുന്ന, നമ്മെ മരുഭൂമിയിലായാലും സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മളെ നനച്ചു വളർത്തുന്ന പൂന്തോട്ടവും പറ്റാത്ത നീരുറയും പോലെയാകുന്ന നമ്മുടെ ജീവിതവും അങ്ങനെ ആവട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയും അമ്മയും നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ